ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നിങ്ങൾ ഇന്നും വിചാരിച്ചിട്ടുണ്ടാവും, അയ്യോ ആൻറ്റി ഇത് എവിടെ പോയാവോ എന്നുള്ളത്. ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ എൻ്റെ അപ്പച്ചൻ മരിച്ച ദിവസമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്നലെ മിനിയാന്ന് തൊട്ട് എനിക്കെന്തോ ഭയങ്കര ഒരു വിഷമമായിരുന്നു, എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും എന്തോ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കാനും ഞാൻ രാവിലെ തൊട്ട് ഒരു വീഡിയോ പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ കഴിഞ്ഞ് ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് പോയി. ചേച്ചിയുടെ അടുത്ത് പോയി അവിടെ ഇരുന്ന് ഞാനും, എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് അത്രയും കുറച്ച് പേര് ഇരുന്ന് സംസാരിച്ചത്. അതായത് മൂത്ത ചേച്ചി ഇല്ലല്ലോ, ചേട്ടനുണ്ടായിരുന്നു, പോൾ ചേട്ടനും ഡാളി ഉണ്ടായിരുന്നു, ഞാനും ഡാഡി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ വസന്തേച്ചി ഉണ്ടായിരുന്നു. വസന്തേച്ചി പിന്നെ നമ്മൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിലൊരു അമ്മയുടെ സ്ഥാനമാണ്, എല്ലാ കാര്യങ്ങളും. പിന്നെ ഇവിടെയും വന്ന് നിന്ന കാരണം അപ്പം ഞങ്ങളങ്ങനെ കുറേ പഴയ വിശേഷങ്ങളും, എന്താ പറയുക, അപ്പച്ചൻ മരിച്ച സംഭവം, ഞങ്ങളുടെ ചെറുപ്പത്തിലെ തൊട്ടുള്ള വിശേഷങ്ങൾ, അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ. കാരണം ജൂലൈ 4 പിന്നെ ചേച്ചി ഇല്ലാത്ത കാരണം ഞാനത് വിഷയമേ പറയുകയൊന്നും ചെയ്യാഞ്ഞതാണ്. എൻ്റെ മൂത്ത ചേച്ചിയുടെ ചേട്ടൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. പക്ഷേ ഞാനത് എന്ത് പറഞ്ഞിട്ടാണ് വിഷയം, അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഫോട്ടോ ഇടുക. അപ്പോൾ ചേച്ചി ഇല്ലല്ലോ, അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ എന്തോ മനസ്സിനൊരു ഇഷ്ടമില്ലാത്തൊരു സന്തോഷമില്ലാത്തൊരു മാസമാണ്. കാരണം ജൂലൈ 3 ഞാൻ ആദ്യമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, അവസാനമായിട്ട് അപ്പച്ചനെ കണ്ടൊരു ദിവസം. ജൂലൈ 4 എൻ്റെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും കല്യാണം കഴിഞ്ഞ സമയം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ മൂത്ത ചേച്ചിയുടെ കല്യാണം. 10ാം ക്ലാസ് കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞ് ആ സമയത്ത്, അതായത് പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന ആ സമയത്താണ് ചേച്ചിയുടെ കല്യാണം. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് കയറി വന്ന ചേട്ടനാണ്. അപ്പോൾ നമ്മൾ പറയില്ല, ആദ്യത്തെ ആൾ കയറി വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ അതുപോലെ അങ്ങോട്ട് ആയിക്കോളുന്നു. അപ്പോൾ ചേട്ടൻ എന്നിങ്ങനെ വെച്ചാൽ എല്ലാവരോടും സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെ ആൾക്കാരങ്ങനെയായി. ആ വീടിൻ്റെ ഒത്തൊരുമ, ഇവർ 3 എന്താ പറയുക, 3 ചേട്ടനനിയന്മാരെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയും, പെൺമക്കൾ മാത്രമുള്ള വീട്ടുകാർ അനുഗ്രഹമുള്ള, എന്താ പറയുക, അത്രയും അനുഗ്രഹം കൊണ്ടാണ് പെൺമക്കൾ മാത്രം ഉണ്ടാവാമെന്നാണ് ഞാൻ പറയുക. കാരണം അപ്പച്ചനും അമ്മച്ചിക്കൊക്കെ ചുമതലകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ല ചെയ്യാനായിട്ട്. അവർ സന്തോഷമായിട്ട് അവർ വരുമ്പോൾ അവർക്കുള്ള കാര്യങ്ങൾ ഒരുക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ ഒരു അത്രയും സന്തോഷമുള്ളൊരു ലൈഫായിരുന്നു കേട്ടോ ഞങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്കങ്ങനെ കുറേ ഓർമ്മകളുണ്ടായിരുന്നു, കൊച്ചിയിലത്തെ ഓർമ്മകൾ, അത് കഴിഞ്ഞ് തൃശ്ശൂർ വന്നിട്ടുള്ള ഓർമ്മകൾ, പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഓർമ്മകൾ. അപ്പോൾ ഇതെല്ലാതും ഇങ്ങനെ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് മനസ്സൊക്കെ തുറന്ന് കുറേ കരഞ്ഞു, കുറേ ചിരിച്ചു, കുറേ പരസ്പരം എന്താ പറയുക പഴിചാരിയ ഒക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ കൂടുമ്പോൾ അങ്ങനെയാണല്ലോ ചെയ്യുക. പിന്നെ നമ്മുടെ മക്കളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുക, അവിടുത്തെ വിശേഷങ്ങൾ പറയുക, ഇവിടുത്തെ വിശേഷങ്ങൾ പറയുക, അങ്ങനെ എന്താ പറയുക, ഒരു ദിവസം മുഴുവൻ അങ്ങോട്ട് അവിടെ ചിലവഴിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പം നമ്മൾ ഫോൺ എടുത്തിട്ട് അത് വീഡിയോ എടുക്കാനോ നിൽക്കില്ല. കാരണം നമ്മൾ പച്ചയായ മനുഷ്യന്മാരാണ്, നമ്മൾക്കും ഉണ്ടാവും നമ്മളുടേതായ കുറേ സ്വകാര്യതകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു കണ്ടൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന സമയങ്ങളുണ്ടാവുമായിരിക്കാം, ആൾക്കാരും ഉണ്ടാവുമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയില്ല. കാരണം എൻ്റെ തമ്മനയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടറിയാം, ഞാൻ അങ്ങനത്തെ ഒരു കാര്യങ്ങളും പറയാനോ അല്ലെങ്കിൽ എന്താ പറയുക, അത് കണ്ടിട്ട് ആൾക്കാർ കാണട്ടെ എന്ന് വിചാരിക്കാൻ അങ്ങനെയൊന്നും നിൽക്കുന്ന ഒരാളല്ല. എൻ്റെ വിശേഷം അറിയാൻ ആഗ്രഹമുള്ള കുറച്ച് പേർക്ക് ഞാൻ എൻ്റെ വിശേഷങ്ങൾ പറയണു. പിന്നെ അതിൽ നിന്ന് എടുത്തിട്ട് ഓരോരുത്തർ പറയണു. അതിലൊന്നും സങ്കടം വിഷമില്ല എന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് ഭയങ്കര മനസ്സിന് വിഷമം തോന്നും. പക്ഷേ സാരില്ല, ഞാൻ തമ്പുരാനോട് പറയും, നീ ചോദിച്ചോ. കാരണം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെറുതായി പോകും. എപ്പോഴും ഞാൻ കുഞ്ഞിലേ തൊട്ട് എൻ്റെ ചേട്ടൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, നമ്മളൊന്നും ചോദിക്കരുത്. നമുക്ക് അത്ര ഇഷ്ടമുള്ളവരോട് അവരെന്ത് നമ്മളെ കുറ്റം പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മളോട് എന്ത് ദേഷ്യം കാണിച്ചാലും നമ്മൾ അവരെ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ബഹുമാനം കൊണ്ട് നമ്മൾ അതിന് മറുത്തൊന്നും പറയില്ല. നമുക്ക് ചില സമയത്ത് വിചാരിക്കും അവർ പറയുന്നതൊക്കെ തെറ്റാണ്, പക്ഷെ നമ്മളത് തെറ്റല്ല എന്ന് അവരോട് നമ്മൾ പറയില്ല. കാരണം വേണ്ട, അവരോടുള്ള ബഹുമാനം സ്നേഹം, അങ്ങനെയാണ് നമ്മൾ അവരോടുള്ള സ്നേഹവും ബഹുമാനമൊക്കെ പ്രകടിപ്പിക്കുക. അല്ലാണ്ട് അതിനെ തർക്കിച്ച് നിൽക്കുമ്പോൾ അതൊരു സ്നേഹമല്ല. അപ്പം അങ്ങനെ എന്താ പറയുക, അങ്ങനെ കുറേ പേര് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കും, സാരമില്ല, വിവരമില്ലാണ്ടല്ലേ ആയിക്കോട്ടെ എന്ന്. എന്നാലും മനസ്സിലൊരു ചെറിയ തേങ്ങലാട്ടോ. കാരണം എന്തിനാണ് ഒട്ടും അറിയാത്ത എന്നെ അല്ലെങ്കിൽ ഫാമിലീനെ ഇങ്ങനെ ആവശ്യമില്ലാത്തത് പറയണേന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും ചില സമയത്ത് സങ്കടം തോന്നും. പിന്നെ ഞാൻ തമ്പുരാനോട് പറയും,
നീ തന്നെ ചോദിക്കുക. കാരണം അറിയുന്നവരെക്കുറിച്ച് പോലും നമ്മൾ ഒരു പരദൂഷണമോ അല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്തലോ കാര്യങ്ങളോ ഒന്നും പറയില്ല. അപ്പോഴാണ് നമ്മൾ ഒട്ടും അറിയാത്തവർ നമ്മളെക്കുറിച്ച് അനാവശ്യ വർത്തമാനങ്ങൾ പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പക്ഷേ സാരമില്ല, ഞാൻ തമ്പുരാനോട് പറയണ പോലെ അവിടെ നിന്ന് നോക്കിക്കോളും, നമ്മൾ വെറുതെ എന്തിനാ. അങ്ങനെ ഇന്നലത്തെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി എന്ന് പറയാം ഞാൻ. അപ്പോൾ കുറേ കുട്ടികൾ എന്നോട് ചോദിച്ചു, ശരിക്കും ഞാൻ ഇന്നലെ 9 മണിക്ക് വന്നു, ഇതുപോലൊരു ടോക്ക് വേണമെങ്കിൽ എനിക്ക് ക്യാമറ ഓൺ ചെയ്തിട്ട് ചെയ്യാമായിരുന്നു, എന്നോട് ഡാഡിയും ചോദിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ പകൽ മുഴുവൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പറയില്ലേ, നമുക്കൊരു ഭാരം ഉണ്ടാവും മനസ്സിൽ. ആ ഭാരം മനസ്സിനും ശരീരത്തിനും തലയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിനും നിന്നില്ല. ഞാൻ 12 മണി ഒന്നുമല്ല, ഒരു 11:30 ആയപ്പോഴേക്കും ഞാൻ കയറി കിടന്നു. കാരണം എനിക്ക് പറ്റുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നും ഈ പറഞ്ഞ പോലെ ഉച്ച തിരിഞ്ഞ് വരെ എനിക്ക് ഭയങ്കര എന്തോ മനസ്സിന് ഭയങ്കര ഒരു വിഷമം. എന്താണെന്ന് ഇപ്പം എനിക്കറിയില്ല. ചില ദിവസങ്ങൾ നമ്മൾ അങ്ങനെയാണ്, നമുക്ക് എന്തൊക്കെയൊക്കെ പ്രശ്നം തോന്നും, പക്ഷേ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെയാണ് ഇന്നത്തെ ഒരു ദിവസമായിരുന്നേ. പക്ഷേ ഞാൻ വിചാരിച്ചു, ഇല്ല, വീഡിയോ എടുക്കാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. കാരണം നിങ്ങൾ കുറച്ച് മക്കളെങ്കിലും, കുറേ പേരില്ലെങ്കിലും ആ ഉള്ളവർ എന്നെ കാത്തു നിൽക്കില്ലേ. എന്തോരം കുട്ടികളെന്ന് ആൻറ്റിക്ക് വയ്യാണ്ടാണോ എന്നൊക്കെ ചോദിച്ചവരുണ്ടെന്നറിയോ. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് പതിവ് പോലെ ഓർണമെൻറ്റ്സ് കാണാം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ക്രിസ്റ്റലിൻ്റെ കുറേ പാറ്റേൺ ഉണ്ട്. അപ്പോൾ കുറേയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, എന്നാലും ഞാൻ വിചാരിച്ചു ഉള്ള പാറ്റേൺസ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ക്രിസ്റ്റലാണ്. മുമ്പൊരിക്കൽ വന്നിട്ട് കുറച്ച് പേര് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങിയവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞേക്കണേ കേട്ടോ. ഇത് ക്രിസ്റ്റലാണ്. ഇതാ ഇങ്ങനെയാണ് വരിക, കണ്ടോ, സ്റ്റോൺസാണ്. പിന്നെ മൾട്ടി കളറ് ബട്ടർഫ്ലൈ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഇങ്ങനെയുള്ളത് പറയാറില്ലേ, ഇവിടം വരെ വന്നിട്ട് ബാക്കിൽ ചെയിൻ. ഇതിപ്പോൾ ബാക്കിൽ ചെയിനല്ല, ഇത് ഫുൾ മാലയാണ് കേട്ടോ. ഇത് ഫുൾ മാലയാണ്, പക്ഷെ അത് വേണമെന്നില്ല. ബാക്കിൽ ചെയിൻ ഇട്ടിട്ട് വട്ടക്കണ്ണി ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയ്ക്ക് കാശാവില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ 6 പിടിയുണ്ട്, നെക്ലസ് ഉണ്ട് 6 പിടിയുണ്ട്, 8 പിടിയുണ്ട്, 10 പിടിയുണ്ട്. പിന്നെ ഇത് തന്നെ ബ്രേസ്ലെറ്റ്, പാദസരം, ഏത് വേണമെങ്കിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈയുടെ ക്രിസ്റ്റൽ മാല. അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി ബട്ടർഫ്ലൈയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതാണ് അതിൻ്റെ മൾട്ടി കളറാണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഇതാ ഇങ്ങനെയാണ് മൾട്ടി കളറ് കണ്ടോ. ക്രിസ്റ്റലിൻ്റെ മാല ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ അടച്ച് കെട്ടിയ പാറ്റേൺ. ഇതും ഈ പറഞ്ഞ പോലെ ബാക്കിൽ ചെയിൻ ഇട്ടിട്ടുള്ളത് നെക്ലസ് പോലെ. പിന്നെ 6 പിടി, 8 പിടി, 10 പിടി, ബ്രേസ്ലെറ്റ്, പാദസരം, ഇതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ രണ്ടാമത്തെ പാറ്റേൺ ഇങ്ങനെയാണ് കേട്ടോ, കണ്ടില്ലേ. ഇനി മൂന്നാമത്തെ പാറ്റേൺ പണിപ്പുരയിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ടിരുന്ന സാധനം കേട്ടോ. ഡാഡി അവിടെ ഇതിൻ്റെ ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സ്ക്വയറാണ്, ക്രിസ്റ്റൽ തന്നെ മൾട്ടി കളറ് കണ്ടോ. ഇതും ഈ പറഞ്ഞ പോലെ നെക്ലസ് ഉണ്ട് 6 പിടി, 8 പിടി, 10 പിടി, പിന്നെ നമ്മളുടെ പാദസരം, ബ്രേസ്ലെറ്റ്, അങ്ങനെ എല്ലാതും ഇതും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ എത്ര തരം കണ്ടു? ആദ്യം ഒരു ബട്ടർഫ്ലൈ കണ്ടു, രണ്ടാമത് ഈ റൗണ്ട് കണ്ടു, മൂന്നാമത് സ്ക്വയർ കണ്ടു. ഇനി അടുത്തത് വരുന്നത് ലവ് ഷേപ്പാണ്. ഇത് കണ്ടോ, ലവ് ഷേപ്പ്. ഇതിൻ്റെ ചെറുതും വരുന്നുണ്ട് കേട്ടോ. ചെറുത് പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് കഴിഞ്ഞേക്കാൻ തോന്നുന്നുണ്ട്. പാദസരത്തിലുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ കണ്ടോ, മൾട്ടി കളറാണ്, ക്രിസ്റ്റൽ തന്നെ കണ്ടോ, റയർ കളേഴ്സാണ് കണ്ടോ. അപ്പോൾ ഇതിൽ ഈ ബ്ലൂ പ്രൊജക്റ്റ് ചെയ്തേക്കും. ബ്ലൂ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ക്രിസ്റ്റലിൽ ബ്ലൂവിന് എന്തോ ഒരു പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോക്കറ്റായിട്ടും മോതിരമായിട്ടും പിന്നെ മാലയായിട്ടും വളയായിട്ടൊക്കെ ഈ ബ്ലൂവിനൊരു സ്ഥാനമുണ്ട്. എനിക്കതെന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. എന്തോ ബ്ലൂ ക്രിസ്റ്റലിലും ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ അങ്ങനെ ഇത് നിങ്ങൾ വിചാരിക്കും ഈ കല്ലില്ല എന്ന്. കല്ലുണ്ട് കേട്ടോ, ട്രാൻസ്പാരൻറ്റ് കല്ലുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ എത്ര തരം കണ്ടു? 4 പാറ്റേൺ കണ്ടു. ഇനി അടുത്ത ഒരു പാറ്റേൺ വരുന്നത് നോക്കി, ഭയങ്കര ഭംഗിയുള്ളൊരു സംഭവമാണ് ഇത്. സ്റ്റോക്ക് വളരെ കുറവാണ് കേട്ടോ. ഈ പേളും ക്രിസ്റ്റലും കൂടിയിട്ട് കണ്ടോ, റയർ കോമ്പിനേഷനാണ് പേളും ക്രിസ്റ്റലും കൂടിയിട്ടുള്ളത് കണ്ടോ. ഇതും ഈ പറഞ്ഞ പോലെ ഈ എല്ലാ തരത്തിലും ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അത് പേളും ക്രിസ്റ്റലും കൂടിയിട്ടുള്ളത്. ഇനി
ഇതിൻ്റെ തന്നെ വേറൊരു പാറ്റേണാണ് ഇങ്ങനെ. ഇതിൽ പേളിന് പകരം ഇതാ ഇങ്ങനെ ഒരു ഡയമണ്ട് ഗോൾഡൻ ഇതാണ്. അത് പിങ്കാണ് കേട്ടോ. ഭയങ്കര ഭംഗിയത് കാണാനായിട്ട്, വളരെ സിമ്പിളാണ്, തീരെ വെയിറ്റ് ഇല്ല, കാണാൻ ഭയങ്കര ഭംഗി കേട്ടോ. നമ്മൾ വിചാരിക്കും ക്രിസ്റ്റലിൽ ഇത്രയധികം പാറ്റേണുകൾ ഉണ്ടോയെന്ന്. ഇനിയുണ്ട് നമ്മളുടെ കയ്യിൽ ക്രിസ്റ്റലിൻ്റെ പാറ്റേൺസ്. അപ്പോൾ ഇതാ ഇത് നോക്കി, ബ്ലാക്ക് കണ്ട, ഇത് ബ്ലാക്ക് ബ്രേസ്ലെറ്റ്, പാദസരം, ഈ പറഞ്ഞ പോലെ മാലകൾ, ക്രിസ്റ്റലിൻ്റെ എല്ലാതും നമുക്കത് കട്ട് ചെയ്ത് നമുക്ക് പറഞ്ഞ അളവിൽ വെച്ച് വിളക്കി പ്ലേറ്റ് ചെയ്ത് തരാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ ക്രിസ്റ്റലിൻ്റെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഭാഗം പുറം വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിങ്ങനെ അടച്ച് കെട്ടിയിട്ടുള്ളതാണ് കേട്ടോ. കാണുന്നുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. ഇതിങ്ങനെ അടച്ച് കെട്ടിയിട്ടുള്ളതാണ്. ഇപ്പുറത്താണ് നല്ല പുറം കേട്ടോ. അങ്ങനെ കേട്ടോ. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. കല്ല് പോകുന്നുള്ള ഒരു പേടി വേണ്ട. കാരണം ഇത്രയും ഇപ്പുറത്തുള്ളപ്പോൾ കണ്ടോ, ഇത്രയും അടച്ച് കെട്ടിയിട്ടുള്ള കാരണം അത്രയും ഉറപ്പാണ് ഈ മാലയ്ക്ക്. അപ്പോൾ ഇനി ഇതാ അടുത്തത് അതിൻ്റെ മൾട്ടി കളറ് കണ്ടോ, പല കളറാണ്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കണ്ടതിൻ്റെ മൾട്ടി കളറാണിത് കേട്ടോ. കണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ, ബ്രേസ്ലെറ്റ്, പാദസരം, എന്താ പറയുക, നെക്ലസ്, 6 പിടി, 8 പിടി, 10 പിടി എല്ലാത്തിനും ഉപയോഗിക്കാവുന്ന ഒരു ഇതാണ് മൾട്ടി കളറ് ക്രിസ്റ്റല് ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത്. ഇനി ഇത് അതിൻ്റെ തന്നെ റെഡ് കളറ് കണ്ടോ, റെഡ് കളറ്. അപ്പോൾ ഇതിനും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കണ്ടറിയാം, ഇപ്പുറത്ത് കണ്ടോ ഇത്രയും പിടിച്ചിട്ടുള്ള കാരണം ഒരിക്കലും ഇത് പോവും, കല്ല് പോവും എന്നുള്ളൊരു പേടി വേണ്ട. അപ്പോൾ അങ്ങനെയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ നമ്മളിപ്പോൾ എത്ര കളർ കണ്ടു? റെഡ് കണ്ടു, ബ്ലാക്ക് കണ്ടു, മൾട്ടി കളർ കണ്ടു, ഗ്രീനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ പെട്ടെന്ന് എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയില്ല, ബ്രേസ്ലെറ്റിലൊക്കെ കിടക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ബ്ലൂ കണ്ടോ, ബ്ലൂ. സാധാരണ നമ്മൾ എന്തെടുത്താലും ബ്ലൂ അങ്ങനെ വരില്ല. പക്ഷേ ക്രിസ്റ്റലിൽ എപ്പോഴും നിങ്ങൾ നോക്കിയാൽ അറിയാം, ബ്ലൂവിന് ഒരു മുൻപന്തി ഉണ്ട് കേട്ടോ. ഒരു 1ാം സ്ഥാനം ബ്ലൂവിനാണ്. നിങ്ങളിപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം. നിങ്ങൾ കാണുമ്പോൾ ക്രിസ്റ്റലിൽ ഏത് കളറാണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണതെന്ന് ദേ പെട്ടെന്ന് നോക്കിയാൽ കാണാം കണ്ടോ. എല്ലാത്തിലും വന്ന് നിൽക്കുന്നത് ബ്ലൂ ആണ്. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു ലക്കാണ് ഈ ബ്ലൂ കളർ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ക്രിസ്റ്റലിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി വീഡിയോ കൊണ്ടുപോകണില്ല. കാരണം സ്വതവേ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എനിക്ക് തീരെ പറ്റുണ്ടായിരുന്നില്ല, ഇന്നായിട്ട് എനിക്ക് പറ്റുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് നിങ്ങൾ ഭംഗിയുള്ളത് സെലക്ട് ചെയ്യുക. എല്ലാവരും ക്രിസ്റ്റൽ യൂസ് ചെയ്യുക. അപ്പോൾ ക്രിസ്റ്റലിൻ്റെ എന്തെങ്കിലും ഒരു ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യണത് നല്ലതാണെന്നാണ് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ കറുത്ത ലോക്കറ്റ് എടുത്തപ്പോൾ കണ്ടമാനം പേരിപ്പോൾ അതിൻ്റെ പല കളറുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതാണെന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു സംഭവമല്ലേ, എന്തെങ്കിലും ക്രിസ്റ്റലിൻ്റെ ലോക്കറ്റോ ബ്രേസ്ലെറ്റോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ക്രിസ്റ്റലിൻ്റെ കളക്ഷൻസ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് എന്താ പതിവില്ലാണ്ട് ആൻറ്റി നട കാണിക്കാണ്ട് നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചെന്ന്. വേറെ ഒന്നുമില്ല, എൻ്റെ ശ്രദ്ധ പെട്ടെന്ന് പോയിട്ടാ. അപ്പോൾ അതാണ് ഞാൻ എല്ലാം അങ്ങനെ തന്നെ അവസാനിപ്പിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ നേരത്തെ കാണിച്ചതിൻ്റെ വേറെ ഒരു ഇതാണ് അടുപ്പിച്ചിട്ടുള്ള ക്രിസ്റ്റൽ. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് ഗ്യാപ്പുള്ള പാറ്റേണാണ് കേട്ടോ. ഇത്രയും ഗ്യാപ്പുള്ള പാറ്റേണാണ് കണ്ടത്. ഇത് അടുപ്പിച്ചിട്ടുള്ള പാറ്റേൺ. ഇതൊക്കെ ബ്രേസ്ലെറ്റ് കാണാൻ നല്ല ഭംഗിയാണ്. ബ്രേസ്ലെറ്റ് ആയാലും അതെ, പാദസരം ആയാലും അതെ. പാദസരത്തിന് ഇതാണ് കുറച്ചും കൂടി ഭംഗിയുണ്ടാവുക വലിയവർക്കാണെങ്കിൽ. കുട്ടികൾക്കാണെങ്കിൽ ഇതും പിന്നെ കെട്ടിയിട്ടുള്ള തരം ക്രിസ്റ്റലുണ്ട്, മുത്ത് അതിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഈ ബ്ലാക്ക്, ഇതിൻ്റെ തന്നെ ഗ്രീന്, പല കളറുകളുണ്ട് കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം ഇതാണ് കാണിക്കണേന്ന് മാത്രം. എൻ്റെ കൈയിൻ്റെ അടുത്തുള്ളത് ഞാൻ കാണിക്കാൻ വെച്ചിട്ട്, കാരണം കുറേ ലേറ്റായി, സമയം കുറേ വൈകി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അതെടുത്ത് കാണിക്കേണ്ടെന്ന് ചോദിച്ചാൽ പിന്നെ കുറേ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ആശയക്കുഴപ്പമാവും. അപ്പോൾ ഇവിടെ വെച്ച് നിർത്താം. ഇത് ഞാൻ ഇന്നാൾ കുറേ ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ഇസ്രായേലിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ സോഫി എന്ന് പറഞ്ഞൊരു മോള് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അന്നാ തിക്കും തിരക്കിൽ എനിക്ക് കാര്യമായിട്ടൊന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പെട്ടി അധികം തുറന്നിട്ടുണ്ടായിരുന്നില്ല, ഒന്ന് ഫ്രീ ആയിട്ടാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റുന്ന കുറേ സാധനങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സമാധാനത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാട്ടോ. ശരിക്കും പറഞ്ഞാൽ 1 മാസത്തോളമായി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാനൊരു ദിവസം ഡോൺ വരാൻ വെയിറ്റ് ചെയ്തിട്ട് തുറന്നതൊക്കെ, ഡിംപിളില്ലാത്തൊരു ദിവസം. അപ്പോൾ
ഇത് അവിടുത്തെ മാതാവിൻ്റെ ഒരു രൂപം അല്ലുണ്ടോ, ലൂർദ് മാതാവിൻ്റെ. ഞാനൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അവിടെ വെഞ്ചരിച്ച് കൊണ്ടുവന്ന ഒരു രൂപം എൻ്റെ കയ്യിൽ കിട്ടും എന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാനത് കരുതുന്നത്. അപ്പോൾ ഇതാണ് മാതാവിൻ്റെ ഒരു രൂപം കൊണ്ടുവന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിംപിളിനും ഡിവൈനും എനിക്കും ഒക്കെ കൂടിയിട്ടാണ്, എല്ലാവർക്കും വണ്ടിയിലേക്ക് വയ്ക്കാനും എല്ലാത്തിനും കൂടിയിട്ടാണ് കേട്ടോ മോള് കൊണ്ടുവന്നേക്കണത്. ഇതേ കുഞ്ഞൊരു രൂപം കണ്ടോ, ഒരു കുരിശൊക്കെ ആയിട്ട് കൊച്ചൊരു കാറിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇത് കണ്ടോ, ഫുൾ സ്റ്റോണാണ് കേട്ടോ, കണ്ടോ സ്റ്റോൺസാണ് കംപ്ലീറ്റ്. നല്ല ഭംഗിയുള്ള എന്താ പറയുക, കണ്ടോ ജെറുസലേമിലത്തെയാണ് ഇത് മൊത്തം കേട്ടോ. ഇത് നമ്മുടെ ബ്ലൂ ക്രിസ്റ്റൽ വെച്ചിട്ട് ഇതും അതെ ഒക്കെ ജെറുസലേമിലത്തെയാണ്. ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് വേണ്ടി അവിടെ തിരി കത്തിക്കുന്നതൊക്കെ. അപ്പോൾ ആ തിരിയാണ് ഇത് അവിടെ കത്തിച്ചിട്ട് ആ തിരി തന്നെ അവിടെ നിന്ന് കെടുത്തി കൊണ്ടുവന്നിട്ട് അവിടെ മുട്ടിച്ച തിരിയാണിത് കൊണ്ടുവന്നാണ്. പിന്നെ നമ്മളുടെ പേരൊക്കെ അവിടെ എഴുതിയിട്ട്, ഞാൻ പറ്റിയെങ്കിൽ ഇവിടെ വീഡിയോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ഞാനിതിൽ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇതതുപോലെ അവിടുത്തെ ഒരു കായ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൊന്തയാണ്, ഒരു പ്രത്യേക മണം കേട്ടോ അതിന്, നല്ല ഒരു മണമാണ്. അതുപോലെ ഇത് പറഞ്ഞ പോലെ കണ്ടു, ഇതൊക്കെ ഞാൻ പറയില്ലയോ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളെന്ന് പറയുമ്പോൾ ഇത് എല്ലാവർക്കും കൊന്ത കൊണ്ടുവന്നിട്ടുള്ള ഒക്കെ അവിടെ മുട്ടിച്ച് വെഞ്ചരിച്ചിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഞാനൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം നമ്മളുടെ കയ്യിൽ കിട്ടും എന്നുള്ളത്. അപ്പോൾ ഓരോന്നിനും അത് ഓരോ ഫ്ലേവറാണ് കേട്ടോ. ഇത് നല്ല മണമാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് എന്തിൻ്റെ മണം എന്ന് പറയുക, ലാവൻഡറിൻ്റെ ഒരു മണമാണ് ഇതിന് വരുന്നത്. ഇതിന് വേറൊരു മണം, എല്ലാത്തിനും ഒരു ഭയങ്കര സെൻറ്റഡ് ഇതാണ് കേട്ടോ, നല്ല മണം. ഇത് സാൻഡലോ, ഇത് സാൻഡലിൻ്റെ മണമാണ്. ഇത് ബ്ലൂ ഉണ്ടോ, നല്ല ഭംഗിയുള്ള കൊന്തകൾ ഉണ്ടോ. അത് കൂടാണ്ട് ഇത് ഇങ്ങനെ ഒരു ബോക്സാണ്, അതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഉണ്ടോ തുറക്കുമ്പോൾ അതിലൊരു ഡാഡി ഇതൊന്ന് തുറന്നേ, അതിൻ്റെ ഗ്ലാസ് വിട്ടു അങ്ങോട്ടാക്ക്. കണ്ടോ, നല്ല കൊന്ത കണ്ടോ, എന്താ ഭംഗി കാണാനായിട്ട്. ഭംഗിയുടെ അല്ല സംഭവം, നമ്മളുടെ കയ്യിൽ പ്ലേറ്റഡ് കൊന്തകളൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഭംഗിയുടെ അല്ല, നമുക്ക് അവിടെ നിന്ന് ഒരു സ്പെഷ്യലായിട്ട് ഒരു പരിചയമില്ലാത്തൊരു മോള് നമുക്ക് വേണ്ടി കൊണ്ട് അയക്കുക, അല്ലെങ്കിൽ എന്താ പറയുക വെഞ്ചരിച്ച് കൊടുത്തയക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര സ്പെഷ്യലാണ്. എനിക്കത് ഭയങ്കര എന്താ പറയുക, എനിക്കറിയില്ല എന്താ പറയുക എന്നുള്ളത്. ഇത് അതിലേക്ക് വെച്ചിടാടി. ഇനി അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് അതുപോലെ എന്നോട് പറഞ്ഞു, എനിക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുത്തോളെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളതാണ് ഇത് കേട്ടോ. കണ്ടോ, ഇത് ഈ പറഞ്ഞ പോലെ ഒക്കെ വെഞ്ചരിച്ചിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഇത് 3 കൊന്തയാണ്. ഇനി ഇത് അവിടുത്തെ വെള്ളം, എണ്ണ. ഞാൻ ഈ പറഞ്ഞ പോലെ പൊട്ടിച്ചിട്ടില്ല, ഞാൻ നിങ്ങളെ കാണിച്ചിട്ടാവാന്ന് വിചാരിച്ചാൽ. പിന്നെ അത് മുറികളിലേക്ക് കൊണ്ട് വയ്ക്കുമ്പോൾ പിന്നെ അത് അങ്ങനെ അവിടെ ഇരിക്കുമല്ലോ, അപ്പോൾ പിന്നെ നിങ്ങളെ കാണിച്ചിട്ടാവാന്ന് വിചാരിച്ചു. ഇത് ജെറുസലേം ബെത്ലഹേം കണ്ടോ, അവിടുത്തെ ഹോളി വാട്ടർ, ഹോളി ഇൻസെൻസ്, പിന്നെ ഇത് വുഡ് ക്രോസ് ഇതാണ് കേട്ടോ, അതിങ്ങോട്ട് വീണ് കിടക്കുകയാണ്. പിന്നെ സോയില്, പിന്നെ ഓയിൽ കണ്ടോ അവിടുത്തെ. അതാണ് ഞാൻ പറയാം, നമ്മൾ പണ്ടൊക്കെ വേളാങ്കണ്ണിയിൽ നിന്ന് ഒരു മോതിരം കൊണ്ടുവരിക, അല്ലെങ്കിൽ വേളാങ്കണ്ണിയിൽ നിന്ന് ഒരു കൊന്ത മുട്ടിച്ച് കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ്, ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കൊണ്ടുവരുമ്പോൾ. അത് അവിടുത്തെ എന്താ പറയുക, മണ്ണും അവിടെ മുട്ടിച്ചിട്ടുള്ള മെഴുകുതിരിയും നമുക്ക് വേണ്ടി കത്തിച്ചിട്ടുള്ളതും പിന്നെ അവിടെ നമ്മളുടെ പേരെഴുതി വെച്ചതും ഒക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, നമ്മൾ അറിയാത്ത കുട്ടികൾ അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാരാണ് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇനി ഏറ്റവും സ്പെഷ്യലായിട്ടൊരു സംഭവം, അത് പാച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് എനിക്കിത് തന്നിട്ടുണ്ടായിരുന്നത്. അത് ഡിംപിളിന് പ്രത്യേകം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അത്
ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഞാൻ ഒരിക്കൽ കാണിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ബോക്സ് ഇങ്ങനെ തുറക്കുമ്പോൾ എനിക്ക് മനസ്സിലായിണ്ടായിരുന്നില്ല ഇത് എന്തുട്ടാന്ന് കേട്ടോ. അപ്പോൾ ഡിംപിൾ വന്ന് തുറന്നു നോക്കിയപ്പോഴാണ് അത് കറക്റ്റ് കണ്ടത്. ഇതേ ഒരു കുഞ്ഞി മാലാക കുട്ടി, നമ്മുടെ കാസ് ബേബി കണ്ടോ. ഭയങ്കര എന്താ പറയുക, നമ്മൾ പറയില്ലേ നമ്മളുടെ വീടിനെ അത്രയും അടുത്തറിഞ്ഞ് ഓരോരുത്തരെയും അത്രയും ഇഷ്ടമായിട്ട് കൊണ്ടുവരുന്ന ചില ഗിഫ്റ്റുകളുണ്ട്. അപ്പോൾ അതിൽ ഒന്നാണിത്. ഒന്നല്ല, എനിക്ക് തോന്നുന്നു വളരെ അപൂർവമാണ്. എനിക്കിങ്ങനെ ഉള്ള ഗിഫ്റ്റ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നുണ്ട്, ഇങ്ങനെ ഓരോരുത്തർക്കും പറഞ്ഞുള്ള സംഭവങ്ങൾ. അപ്പം ഞാൻ ഇത് എന്തുട്ടാണാവോ എന്ന് വിചാരിച്ചേ. ഇത് നോക്കിയപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കിയേ ഡാഡി, ഇതൊന്ന് തുറന്നേ. ഇത് നോക്കിയപ്പോൾ ഞാൻ ആദ്യം എന്തുട്ടാണാവോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഡിംപിളും ഡിവൈനും വന്ന് ഇത് തുറന്നു നോക്കിയപ്പോഴാണ് ഇതൊരു വെയിലാണ്. അതായത് നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ പുതയ്ക്കണ നെറ്റ് എന്ന് പറയില്ലേ, അതാണ് സംഭവം. ഇതൊന്ന് നിർത്തിയ ഡാഡി. അപ്പോൾ ഇതുമ്മ നോക്കിയേ നിങ്ങൾ എന്താണ് ഉള്ളതെന്ന് കണ്ടോ. ഇതാ ഉണ്ടോ, നേരെ പിടിക്കുക ഡാഡി, കണ്ടോ മാതാവിൻ്റെ, കണ്ടോ ഇതാണ് ആ നെറ്റ്. എന്താ ഭംഗി നോക്കി. ഇതാ ആവി മരിയ ഇതെങ്ങനെ ഇട്ടിട്ട് കണ്ടോ. ഇതാണ് ഡിംപിളിന് വേണ്ടി സ്പെഷ്യലായിട്ട്, അതായത് ഈ മാലാക കുട്ടിയുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എനിക്ക് അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് എത്ര ഇതിൻ്റെ വിലയല്ല, അത് തരാൻ കാണിച്ച മനസ്സ്, അതുപോലെ നമ്മളുടെ കുടുംബത്തിനോട് അത്രയും എന്തൊക്കെ നമ്മളുടെ വീട്ടിൽ ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുണ്ട് അത് ഓരോന്നും തിരഞ്ഞെടുത്ത് തരിക എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക, എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എങ്ങനെയത് പറയാമെന്നറിയില്ല. ഇത് കൂടാണ്ട് മിഠായി അതും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും പ്രസക്തിയുള്ള കാര്യങ്ങളല്ലല്ലോ, അതിപ്പോൾ എല്ലാവർക്കും എവിടെ നിന്നും വാങ്ങിക്കൊണ്ടുവരാം. പക്ഷേ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നു, അത് വേറെ. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കാണിക്കാണ്ട് പറ്റില്ലല്ലോ. ഇതാ കണ്ടു, കൊന്ത, ഓരോ മണിയുമേയും ഓരോ രൂപങ്ങളുമായിട്ട് കണ്ടോ, എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. അപ്പം ഞാൻ എവിടെയെങ്കിലും ഇത് ഞാൻ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് അന്നെല്ലാം കൂടി തുറന്നിടാഞ്ഞെന്ന്. കാരണം ഇത് കുട്ടികളുള്ളപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. ഇത് എനിക്കിങ്ങനെ വിശദീകരിച്ച് കാണിച്ചു തരാനും പറ്റില്ല. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോഴത്തേക്ക് വെച്ചത്. അന്ന് ഞാൻ നിങ്ങൾക്ക് സ്വീറ്റ്സും പിന്നെ ഫ്ലേവർ ടീ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ അന്ന് കാണിച്ചിരുന്നു. ഇതിപ്പോൾ ദേ നമ്മളുടെ ഡിവൈനിന് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ എല്ലാവർക്കും പേഴ്സണലി നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ കൊണ്ടുവരുന്ന പോലത്തെ കുറേ സാധനങ്ങൾ. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് പറയാണ്ട് വയ്യ. അപ്പോൾ ദേ ഇത് അതുപോലെ ദേ 3 ഉണ്ണികൾക്കും ഒരേപോലത്തെ ഡ്രസ്സ്, ഒരേപോലത്തെ കണ്ടോ. ഇതാ 3 ആൾക്കും ഒരേപോലെ, ഞാൻ 3 തുറക്കണില്ല, ഒരേപോലെ തന്നെയാണ്, ഒരേ കളറും ഒരേ ഡിസൈനും ആയിട്ട് ഇതാ കണ്ടോ 3 ആൾക്കും ഒരുപോലെ. അപ്പോൾ ഇത് കണ്ട 3 ആൾക്കും ഒരേപോലെ. അപ്പോൾ ഇതാണ്, ഇത് ഡൈ ആണ് കേട്ടോ. ഞാൻ ഡൈ ഇടുന്ന ആളാണെന്ന് പറഞ്ഞപ്പോഴല്ല, നമ്മളുടെ വീഡിയോസ് കണ്ടിട്ടാണ്, അല്ലാണ്ട് എനിക്കങ്ങനെ പേഴ്സണലി പരിചയമുള്ള ഒരു മോളല്ല കേട്ടോ. അപ്പോൾ എനിക്കിത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി, ഇതാകുമ്പോൾ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. എനിക്ക് സെൻഡ് ചെയ്തതാണ്, കൊണ്ടുവന്നതല്ല. ഞാൻ ആ മോളെ എപ്പോഴും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ് കേട്ടോ. ഇനി ഇതൊക്കെ വിട്ട് ഉള്ളൊരു എന്താ പറയുക ഒരു സംഭവം ഉള്ളത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം, കാരണം ഇവിടെ വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് ഒറ്റയ്ക്ക് കാണിക്കേണ്ട ഒരു സാധനമാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതാ നോക്കി, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഇത് കണ്ടപ്പോൾ കേട്ടോ. ഇത് കണ്ടോ, ഇത് അതിൻ്റെ സ്റ്റാൻഡാണ്. ഇതൊന്നിട്ട് അരി ഒന്ന് ഫിറ്റ് ചെയ്തേ. ഇത് സ്റ്റാൻഡാണ്. ഇതേ ഇതുണ്ടോ. ഇത് കൂടാണ്ട് പിന്നെ കുറേ സ്വീറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള കണ്ടമാനം സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അപ്പം തന്നെ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു. പക്ഷേ ഇത് എനിക്ക് തോന്നി നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചതിന് ശേഷം, കാരണം ഇതിപ്പോൾ എപ്പോഴും നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സാധനങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നിങ്ങളെ കാണിച്ചിട്ടാവാന്ന്. അപ്പോൾ ഇതേ നോക്കി, എന്താ പറയുക കേട്ടോ, ഭയങ്കര നമ്മൾ പള്ളികളിലൊക്കെ കാണുന്ന അതേ കുരിശ് കണ്ടോ, ഫുൾ സ്റ്റോൺസൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി ഇതൊക്കെ എന്താ പറയുക ഏറ്റവും ഭംഗിയിൽ വേണം, സമാധാനത്തിലേ ഞാനിതൊക്കെ വയ്ക്കുള്ളൂ. അതുവരെ ഭദ്രമായിട്ട് എൻ്റെ അലമാരിയിൽ എന്താ പറയുക ഭംഗിയിൽ അവിടെ ഇരിക്കും.
കണ്ടോ. അപ്പോൾ നമ്മളെന്താ പറയുക, എല്ലാ അനുഗ്രഹവും നമ്മളുടെ വീടിന് എന്തൊക്കെ നന്മ വരണമെന്ന് ആഗ്രഹിച്ചിട്ടാണോ അവിടെ എല്ലാം ചെയ്തത്, അതുപോലെ അതിൻ്റെ ഇരട്ടിയായിട്ട് ആ മോൾക്കും ഫാമിലിക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് സോഫി വരുന്നതിന് മുമ്പ് അവിടെ ജെറുസലേമിൽ പോയ സമയത്ത് എനിക്ക് അവിടെ നിന്ന് അയച്ച വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആട്ടോ എനിക്ക് ഓരോന്നും തിരിച്ച് പറഞ്ഞ് ഇതിൻ്റെ അടിയിലൊക്കെ ഓരോ സ്ഥലങ്ങളുടെയും ഓരോ കാര്യങ്ങളും എഴുതിയിട്ടായിരുന്നു. ഇപ്പോൾ ഇത് കണ്ടു, നമ്മളുടെ പേരുകളൊക്കെ അവിടെ എഴുതി വെച്ച് തിരികെത്തിച്ച് പ്രാർത്ഥിച്ച്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എനിക്ക് വീഡിയോസ് സെൻഡ് ചെയ്ത് തന്നു. അപ്പോൾ എനിക്കത് ഇപ്പം ഞാൻ മറന്നു ശരിക്കും, ഇല്ലെങ്കിൽ ഞാൻ അത് റെഫർ ചെയ്യണം, അപ്പുറത്ത് ഫോണിൽ നോക്കിയിട്ടൊക്കെ പറയണം. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോവും. പിന്നെ അത് എന്താ പറയുക, നമ്മളെപ്പോഴും പോകുന്നൊരു സ്ഥലമാണെങ്കിൽ നമ്മൾക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾക്ക് വേണ്ടി കത്തിച്ച തിരി കേട്ടോ. അപ്പോൾ ശരിക്കും ആ തിരിയാണ് ഇപ്പം നിങ്ങൾ കണ്ടത് എൻ്റെ കയ്യിൽ, എൻ്റെ മേശപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമാണത്. അവിടെ കത്തിച്ച അതേ തിരി കൊണ്ടത് നമ്മളുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്കെന്തോ ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയത്. കാരണം ഞാനൊന്നും കണ്ടു തിരി എത്തണുണ്ടോ, ഈ തിരിയാണ് നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, തമ്പുരാൻ്റെ ഒരു കയ്യൊപ്പ് പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ പ്രധാനപ്പെട്ട ഓരോ സംഭവങ്ങളാണ്. ഉയർത്തെഴുന്നേറ്റ സ്ഥലം, മാതാവിൻ്റെ മടിയിൽ വെച്ച സ്ഥലം, അങ്ങനെ ഓരോ സ്ഥലങ്ങളാണ് ഇത്, ഓരോ ഭാഗങ്ങളും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാതും എനിക്ക് എഴുതി ടൈപ്പ് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത് തെറ്റി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും തിരിച്ച് പറയാത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് കണ്ടോ, നമ്മളുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച സാധനങ്ങളാണ് ഇത് മുഴുവൻ. അവിടെ കുരിശിൻ്റെ അവിടെ കത്തിച്ച് മെഴുകുതിരിയും ബാക്കി സാധനങ്ങളൊക്കെ അവിടെ മുട്ടിച്ചതിന് ശേഷമാണ് നമുക്ക് അയച്ചേക്കണത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇന്നലെ ഇല്ലാത്തതിൻ്റെ ഒരു ക്ഷീണം തീർന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ തൊട്ട് ഞാൻ മാക്സിമം ഉഷാറായിട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. അപ്പോൾ നാളെ കാണാം. ബൈ.